നമസ്കാരം. മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട താരമാണ് തസ്നീഖാൻ. നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുമാറ്റാൻ താരത്തിനായി സ്റ്റേജ് പരിപാടികളിലൂടെയും മിമിക്രി വേദികളിലൂടെയുമാണ് തസ്നീഖാൻ സിനിമയിലേക്ക് എത്തുന്നത്. തുടക്കകാലത്ത് സഹനടിയായിരുന്നു താരം എത്തിയിരുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് കോമഡി കഥാപാത്രങ്ങൾ തസ്നിയെ തേടിയെത്തിയത്. അതോടുകൂടിയാണ് കൂടുതൽ സിനിമകൾ താരത്തെ തേടിയെത്തുന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട റിയാലിറ്റി ഷോയായ ബിഗ് ബോസിലും തസ്നീഖാൻ പങ്കെടുത്തിരുന്നു. രണ്ടാം സീസണിൽ മത്സരിക്കാൻ എത്തിയെങ്കിലും ഷോയിൽ നിന്ന് പുറത്തായിരുന്നു. ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നതിനു ശേഷം സിനിമയിൽ സജീവമായി നിൽക്കുകയാണ് നടി. കുറച്ചു കാലമായി ടെലിവിഷൻ സീരിയലുകൾ പങ്കെടുക്കാറില്ല. കലാഭവനിലൂടെ സിനിമയിലെത്തി ശ്രദ്ധിക്കപ്പെട്ട താരമാണ് തസ്നീഖാൻ. സ്റ്റേജ് പ്രോഗ്രാമുകളിൽ വനിതകൾ ഹാസ്യം ചെയ്യുന്നത് കുറവായ കാലത്താണ് തസ്നീഖാന്റെ വരവ്. ലോകത്തുടനീളം നിരവധി സ്റ്റേജുകളിൽ സ്കിറ്റും മറ്റും അവതരിപ്പിച്ചിട്ടുള്ള തസ്നീഖാന് സിനിമയിൽ പക്ഷേ കുറേക്കാലം ശ്രദ്ധേയമായ വേഷങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. എന്നാൽ തനിക്കൊപ്പവും തനിക്ക് ശേഷവും വന്നവരെല്ലാം സിനിമയിൽ പിന്നീട് സൂപ്പർ താരങ്ങളായി മാറിയെന്ന് തസ്നീഖാൻ പറയുന്നു. ഒരു അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ദിലീപേട്ടൻ അടക്കമുള്ളവർ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തും തന്നെ ആരും വിളിച്ചിരുന്നല്ല എന്ന് തസ്നീഖാൻ പറയുന്നു. തസ്നീഖാന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സിനിമയിൽ നിൽക്കാൻ കഴിവ് മാത്രം പോരാ, ഭാഗ്യം, റെക്കമെൻഡേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ നിൽക്കെ ഇനി തുടർന്ന് അഭിനയിക്കണോ വേണ്ടയോ എന്ന ചിന്ത വന്നു. അങ്ങനെ സിനിമ പതുക്കെ സ്റ്റോപ്പ് ചെയ്ത് സിനിമാലയിലും സ്റ്റേജ് ഷോയിലും കാസറ്റിലും ഒക്കെയായി ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കുറച്ച് പൈസയും ഉള്ളുവെങ്കിലും സമാധാനത്തോടു കൂടി ജോലി ചെയ്യാൻ അവർക്കൊപ്പം കൂടി. അവിടെ നിന്ന് സിനിമയിലേക്ക് വന്ന ഒരുപാട് പേരുണ്ട്. നാദൃഷ് നല്ലൊരു ഡയറക്ടറായി. ഞാൻ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന സിനിമ ചെയ്യുന്ന സമയത്ത് ദിലീപേട്ടൻ കമൽ സാറിന്റെ അസിസ്റ്റന്റായി ക്ലാപ്പടിക്കാൻ നിൽക്കുന്ന ആളാണ്. കുഞ്ഞു റോളുകൾ ചെയ്യുന്ന ഞങ്ങളുടെ കൂടെ നിന്ന ആളായിട്ട് പിന്നീട് സൂപ്പർ സ്റ്റാറായി. അപ്പോഴൊക്കെ ഞാനും സിനിമയിലുണ്ട്. ഒരുപാട് ദിലീപേട്ടന്റെ പടങ്ങൾ അന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ദിലീപേട്ടന്റെ ഒരു കേന്ദ്ര വലയത്തിൽ തന്നെയായിരുന്നു സിനിമ അന്ന്. എനിക്ക് ആരും സിനിമ തന്നൊന്നുമില്ല. ദിലീപേട്ടന്റെ 100ാമത്തെ സിനിമയാണ് കാര്യസ്ഥൻ. എന്നോട് ഇഷ്ടം കൂടാമോ എന്ന പടത്തിന് ശേഷം ദിലീപേട്ടനോടൊപ്പം വർക്ക് ചെയ്യുന്നത് കാര്യസ്ഥനിലാണ്. കാര്യസ്ഥനിലേക്ക് വരുന്നത് വലിയൊരു സംഭവമാണ്. കാര്യസ്ഥന് തൊട്ടു മുമ്പ് പോക്കിരി രാജ എന്ന സിനിമയിൽ അഭിനയിച്ചു. പോക്കിരി രാജയിലേക്ക് വിളിക്കുന്നത് CBK തോമസ് ഉദയകൃഷ്ണയാണ്. ആ സിനിമ വലിയ ഹിറ്റായി മാറി. മമ്മൂക്കയും പൃഥ്വിരാജുമെല്ലാം ഉള്ള സിനിമ. അതേ ടീമിന്റേതായിരുന്നു കാര്യസ്ഥനും. സാധാരണ വേഷമായിരിക്കും എന്ന് കരുതിയെങ്കിലും ഒരു ത്രൂ ഔട്ട് വേഷമായിരുന്നു കാര്യസ്ഥനിലേത്. 2010 ആ സിനിമ പുറത്തിറങ്ങിയത്. 2010 ശേഷമാണ് എനിക്ക് കൂടുതൽ സിനിമകൾ ലഭിച്ചു തുടങ്ങിയതും കുറച്ച് സിനിമകളിൽ അഭിനയിക്കാൻ തുടങ്ങിയതും ഒരു ഫ്ളാറ്റ് വാങ്ങാൻ കഴിഞ്ഞതും കാര്യസ്ഥൻ എന്ന സിനിമയിലൂടെയാണ്. ഉദയകൃഷ്ണ, CBK തോമസ് ആണ് നല്ല അവസരങ്ങൾ സിനിമയിൽ നൽകിയത്. ആ രണ്ടുപേരെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അവർക്കെന്നെ വിളിച്ച് ആ ക്യാരക്ടർ തരേണ്ട ഒരു ആവശ്യവുമില്ല. വേറെ ഒരുപാട് പേരുള്ള സമയമാണ്. അവരെ കൊണ്ട് ദൈവം തോന്നിച്ചതാണ്. ഇനി എത്ര സിനിമ ചെയ്താലും എന്റെ പ്രാർത്ഥനയിൽ ഈ രണ്ടുപേരും ഉണ്ടാകും. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് എനിക്കൊരു പടം തന്നതാണ് അവരാണ്, തസ്നീഖാൻ പറയുന്നു. അതേസമയം സിനിമയിലേക്ക് വന്ന സമയത്ത് ഇതാണ് കരിയർ എന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല. സുഹൃത്തിന്റെ റോൾ ചെയ്താൽ പിന്നീട് അത്തരം റോളുകൾ മാത്രമേ തേടി വരികയുള്ളൂ എന്നൊന്നും അറിയില്ലായിരുന്നു എന്നാണ് നടി വ്യക്തമാക്കുന്നത്. അതുപോലെ അന്ന് കൽപ്പന ചേച്ചിയും ബിന്ദു പണിക്കരുമാണ് കോമഡി ടച്ചുള്ള കഥാപാത്രങ്ങൾ അധികവും ചെയ്തിരുന്നത്. അവരുടേതുപോലുള്ള ശരീരപ്രകൃതിയും അന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത്തരം റോളുകളിലേക്ക് ഞാൻ പരിഗണിക്കപ്പെട്ടില്ല. അദ്ദേഹത്തിനെ ഏറെ സങ്കടപ്പെടുത്തിയിരുന്നു. 2010 ശേഷമാണ് ശരിക്കും എന്നെ തേടി കോമഡി കഥാപാത്രങ്ങൾ എത്തിയതെന്നാണ് തസ്നീഖാൻ പറയുന്നത്. മിനിസ്ക്രീനിൽ നിന്നും സിനിമയിലേക്ക് വീണ്ടും വന്നത് പാപ്പിയപ്പച്ച എന്ന ചിത്രത്തിലൂടെയായിരുന്നു. ദിലീപേട്ടനാണ് അതിലേക്ക് വിളിച്ചത്. പിന്നാലെ മമ്മൂക്ക നായകനായി പോക്കിരി രാജയിലേക്കും വിളി വന്നു. കുറച്ചധികം സീനുകൾ ഉണ്ടായിരുന്നതിനാൽ സിനിമ ഹിറ്റായപ്പോൾ ഗുണം ചെയ്തു. പോക്കിരി രാജയുടെ തിരക്കഥാകൃത്തുക്കളായ ഉദയകൃഷ്ണ, CBK തോമസ് പിന്നീട് ചെയ്ത കാര്യസ്ഥൻ എന്ന സിനിമയിലും നല്ല കഥാപാത്രം കിട്ടി. ഡയമണ്ട് നെക്ലസ്, ബ്യൂട്ടിഫുൾ, ട്രിവാൻഡ്രം ലോഡ്ജ്, ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് തുടങ്ങി തുടർച്ചയായി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമാകാൻ സാധിച്ചു. അതിനിടയിൽ ഏഷ്യാനെറ്റിന്റെ ഭാഗമായി ബിഗ് ബോസിലും പങ്കെടുത്തു. സിനിമയിൽ അത്യാവശ്യം വർക്ക് ഉള്ളതിനാൽ കുറച്ചു കാലമായി സീരിയൽ ചെയ്യുന്നില്ലെന്നും തസ്നി പറയുന്നു.